1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായി ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാർട്ടി ഘടകങ്ങൾക്ക് നൽകുകയും രാജ്യവ്യാപകമായി തന്നെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് നാം അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സംഘടനയ്ക്കുള്ളിൽ 1947 ഡിസംബർ മാസത്തോടുകൂടി പുതിയ ചില പ്രവണതകൾ കണ്ടു തുടങ്ങി, ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും അതിനെ തുടർന്നുള്ള ചർച്ചകളുമായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് വന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സാഹചര്യം എന്തു തന്നെയായാലും ഇന്ത്യക്ക് കിട്ടിയ 47 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്നും സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ അകലെയാണെന്നും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും പൂർണ്ണതോതിൽ ലഭിച്ചിട്ടില്ലെന്നും ബ്രിട്ടീഷ് സിംഹാസനത്തിൻ്റെ കയ്യിൽ നിന്നും ദേശീയ ബൂർഷ്വാസിയിലേക്ക് വെറുമൊരു അധികാര കൈമാറ്റം മാത്രമാണ് നടന്നതെന്നും ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്നുമുള്ള അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രബലമായി വളരെ ശക്തമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിൽ ദേശീയ മുന്നണിക്ക് വേണ്ടിയും ദേശീയ ഗവൺമെൻറ്റിന് വേണ്ടിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ വളരെ പ്രകടമായി തന്നെ അത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതിനൊക്കെ നേതൃത്വം നൽകുകയും ചെയ്ത സർ PC ജോഷിയെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്കും ആ ചർച്ചകൾ പോയപ്പോൾ 1947 ഡിസംബർ മാസത്തിൽ കൂടിയ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ച് സർ PC ജോഷിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അതിൻ്റെ ചുമതല ജനറൽ സെക്രട്ടറിയുടെ ചുമതല പോളിറ്റ് ബ്യൂറോ മെമ്പറായ സർ BT രണദിവയ്ക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ BT രണദിവെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് കൽക്കട്ടയിൽ വെച്ച് ചേരുന്നത്. 1948 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 6 വരെയാണ് കൽക്കട്ടയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. ആ സമയത്ത് സർ BT രണദിവയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. സർ BTRൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ ലൈനാണ് ആ പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ച ചെയ്തത്. സർ BTR വളരെ വ്യക്തമായി ആ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ ലൈനിൽ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം 47 ആഗസ്റ്റ് മാസം 15 പാർട്ടി മുഖപത്രത്തിൽ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്നുള്ള നിലയിൽ ആ അവകാശവാദം ഉന്നയിക്കുകയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എത്രയും പെട്ടെന്ന് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോയി ഉടൻ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം ഇവിടെ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ ചെയ്യണം എന്ന നിലയിലുള്ള ആഹ്വാനമാണ് നടത്തിയത്. അതിനോട് പലർക്കും യോജിക്കാൻ കഴിയുമായിരുന്നില്ല എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യവും അതിൻ്റെ കെട്ടുറപ്പും മുൻനിർത്തിക്കൊണ്ട് സർ BTR അവതരിപ്പിച്ച രാഷ്ട്രീയ ലൈനോട് അനുകൂലമായി തീരുമാനമെടുക്കുകയായിരുന്നു രണ്ടാം പാർട്ടി കോൺഗ്രസ്. സോഷ്യലിസ്റ്റ് വിപ്ലവം ഉടൻ തന്നെ നടത്തണമെന്നും അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് നാം എത്തിച്ചേരണം, അതിനുള്ള സായുധ കലാപത്തിനുള്ള വേണ്ടിവന്നാൽ സായുധ കലാപം നടത്തുന്നതിനുമുള്ള ആഹ്വാനത്തോടു കൂടിയാണ് രണ്ടാം പാർട്ടി കോൺഗ്രസ് സമാപിക്കുന്നത്. അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ വളരെ വ്യാപകമായ ചർച്ചകളും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വല്ലാത്ത പ്രത്യാഘാതവും ഉണ്ടാക്കുന്ന സമീപനമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിന്ന ഉടൻ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന ആശയത്തെ അനുകൂലിക്കാത്ത നിരവധി ആളുകൾ അവർ പതുക്കെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും പുറകോട്ട് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കിസാൻ സഭയുടെയും പ്രവർത്തനത്തിലേക്ക് വന്ന ഇപ്റ്റ, പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിൽ കൂടിയൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിച്ചേർന്ന നിരവധി ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയോ പിന്മാറുകയോ ചെയ്യുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായത് അടുത്ത വർഷത്തെ പാർട്ടി മെമ്പർഷിപ്പിലാണ്. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ ഇന്ത്യയിൽ വളർന്ന് 86,000-ലധികം നിൽക്കുന്ന സന്ദർഭത്തിലാണ് നാം
ഈ 48-ലെ രണ്ടാം പാർട്ടി കോൺഗ്രസ്സിലേക്ക് പോകുന്നത്. അത് വളരെ ഗണ്യമായി കുറഞ്ഞു എന്ന് മാത്രമല്ല 1950-ലെത്തുമ്പോൾ 10,000-ത്തിലധികം മെമ്പർഷിപ്പിൽ മാത്രമായിട്ട് അത് ഒതുങ്ങുന്ന ഒരു സാഹചര്യവും വന്നു. അങ്ങനെയാണ് 48-ൽ നെഹ്റു ഗവൺമെൻറ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വീണ്ടും നിരോധിച്ചു. സായുധ കലാപത്തിൻ്റെ ആഹ്വാനത്തോടുകൂടി ഉടൻ തന്നെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടപ്പിലാക്കണം എന്ന നിർദ്ദേശത്തോടുകൂടി കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ നെഹ്റു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും 48-ലെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നത് നെഹ്റു ഒരു സാമ്രാജ്യത്വ ചാരനാണ് എന്ന നിലയിലാണ്. നെഹ്റു ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ പിന്തിരിപ്പൻ ഗവൺമെൻറ്റാണ്. നെഹ്റു ഗവൺമെൻറ്റിനെ തൂത്തെറിയുന്നതിന് വേണ്ടി ഉടൻ തന്നെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടത്തണം എന്ന നിലയിലേക്കുള്ള പരാമർശമുണ്ടായിരുന്നു. എന്തായാലും 48-ൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഹ്റു ഗവൺമെൻറ് നിരോധിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ പാർട്ടിയുടെ നിരോധനമായിരുന്നു ആ നിരോധനം. നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടുപോയത്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കൾ ജയിലുകളിലായി. നിരോധിക്കപ്പെട്ട പാർട്ടി ആയതുകൊണ്ട് തന്നെ നേതാക്കളെയും സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്തു. അന്ന് ജയിലിൽ കിടന്ന സൗ അജയ് ഘോഷ്, സൗ എസ് എ ഡാങ്കെ, സൗ എസ് ബി ഖാട്ടെ 3 പേരും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പാർട്ടിയുടെ 48-ലെ പാർട്ടി കോൺഗ്രസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട തിരിച്ചടികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ 3 പേരും കൂടി ഒരു രേഖ, ഒരു ഡോക്യുമെൻ്റ് ജയിലിൽ വെച്ച് തയ്യാറാക്കിയിരുന്നു. ആ രേഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് 3 പീസ് ഡോക്യുമെൻ്റ് എന്നാണ്. 3 പി എന്നുള്ള ആദ്യത്തെ പേരിലാണ് അവരെ 3 പേരെയും ഒളിവിൽ അറിയപ്പെട്ടിരുന്നത്. ഒരാളുടെ പേര് പ്രകാശ്, ഒരാളുടെ പേര് പുരുഷോത്തം, ഒരാളുടെ പേര് പ്രബോധ് ചന്ദ്രൻ. ഇങ്ങനെ 3 അതാണ് 3 പിമാരുടെ ഡോക്യുമെൻ്റ് എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അവർ ജയിലിൽ വെച്ചെഴുതിയ ആ ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് വേണ്ടി അത് കൊടുക്കുകയും ചെയ്തിരുന്നു, അത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും 50-ൽ നിരവധി നേതാക്കൾ ജയിലുകളിൽ നിന്നൊക്കെ ഇറങ്ങിയവരും അല്ലാതെ ജയിലിൽ പോകാതെ പുറത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ആളുകളും എല്ലാം കൂടി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 50-ലെ പതനത്തെ സംബന്ധിച്ച്, പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ഇടിവിനെ സംബന്ധിച്ച് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷനും ഇപ്റ്റായും അതുപോലെ തന്നെ കർഷക സംഘത്തിൻ്റെയും കിസാൻ സഭയുടെയും പ്രവർത്തനമെല്ലാം താത്തുവെച്ചിട്ട് പോയ നിരവധി നേതാക്കളെ സംബന്ധിച്ചും ആ സാഹചര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് വിലയിരുത്തിക്കൊണ്ട് അവർ അടിയന്തരമായ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ അവൈലബിളായിട്ടുള്ള എല്ലാ നേതാക്കളും കൂടി ചേർന്നൊരു യോഗം വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് സൗ BT രണദേവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി സൗ C രാജേശ്വർ റാവുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി ഗൗരവമായ ചർച്ചകൾ നടത്തുകയും ചില മാറ്റം അനിവാര്യമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു.